കാതർക്കാൻ ഉള്ളതുകൊണ്ട് ചാപ്പാടിന് വലിയ ബുദ്ധിമുട്ടില്ല, അത് കഴിഞ്ഞു പോകുന്നു. അപ്പൊ ചാപ്പാട് ഫ്രീയാ? അയ്യടാ, ഫ്രീ ഒന്നുമല്ല, കടം. പിന്നെ നീ അയാളോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. കരിനാക്കെന്ന് പറഞ്ഞ കരി തോറ്റു, എന്തെങ്കിലും പറഞ്ഞ അപ്പം നടക്കും. കരിനാക്ക് കാതർന്ന് പറഞ്ഞാലേ ഇവിടങ്ങളിലൊക്കെ അറിയത്തുള്ളൂ. ഇങ്ങനെ പോയാലും എന്റെ അസ്ഥി 56 പീസാവുമല്ലോ. ആ നാക്കെടുത്ത് വളച്ചപ്പോഴേ ഞാൻ കരുതിയതാ. അത് സംഭവിച്ചത്. ഇതാണ് ഞാൻ നാക്കെടുത്തൊന്നും പറയാത്തത്. അല്ല, ഇതേതാണ് പുതിയ ഇറക്കുമതി? എന്റെ ബാല്യകാല സുഹൃത്താ, കിട്ടു. കൃഷ്ണൻകുട്ടി. അല്ല, ഈ കോലത്തിന് പേരല്ലത് കിട്ടൂന്ന് തന്നെയാണ്. നീ ഫീൽ ചെയ്യരുത്, എന്റെ അടുത്ത് അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാ. ആളിങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നെങ്കിലും സ്നേഹത്തിന്റെ പര്യായമാണ്. എന്തുമാത്രം ആഹാരം ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതാ. എന്നാൽ കാശ് എവിടെയെന്ന് കമാന്നൊരു അക്ഷരം ചോദിച്ചിട്ടില്ല. നമ്മുടെ വയർ നിറയുന്നതിലാണ് മൂപ്പരുടെ സംതൃപ്തി. അതോ ഞാൻ അവിടെ കേട്ടെ. ഇപ്പൊ തന്നെ എന്റെ പറ്റൊരു 10-300 ഉറുപ്പായിട്ടുണ്ട്. ഇനിയും പറ്റാനാണോ ഭാവം? ഇന്നൊരു ദിവസത്തെ കൂടി കാതർക്കാൻ ക്ഷമിക്കണം. നാളെ എനിക്കൊരു നല്ല കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട്. 99% ജോലി ഉറപ്പാ. നല്ല കമ്പനി ആണെങ്കിൽ നിന്റെ കാര്യം പറഞ്ഞു. എന്തായി? എന്റെ പേര് വിളിക്കാറായി. മാനേജിംഗ് ഡയറക്ടർ ഏത് തരത്തിലുള്ള സ്വഭാവക്കാരനാണെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അങ്ങേരുടെ വീട്ടിലെ വേലക്കാരനെ കമ്പനി അടിച്ചാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയത്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അറിയുന്നത് അവനോട് പറഞ്ഞു? അത് ഞാൻ പറയൂ. അങ്ങേരുടെ മോക്ക് കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്ന ബ്രോക്കർ ആണെന്നാണ് അവിടെ പറഞ്ഞത്. എടുക്കാൻ എന്നിട്ട് കാര്യം പറ. അതെ, അങ്ങേര് ആളൊരു നിരീശ്വരവാദിയാ. ഈശ്വര വിശ്വാസികളോട് ഭയങ്കര ദേഷ്യ. അങ്ങേര് നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാ. കപിൽ ദേവ് എന്ന് പറഞ്ഞാൽ ചാവും. ഈ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി നീ അങ്ങനെ സോപ്പിട്ടാ മതി, നിനക്ക് ജോലി ഉറപ്പാ. ഇതെല്ലാം ശരിയാവോടെ? ഉറപ്പാ, എല്ലാം ശരിയാവും. നീ എനിക്കൊരു ചാൻസ് അന്നാറ കണ്ണനും തന്നാലായത്. എന്തൊക്കെ ചോദിച്ചു? ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ഈശ്വര വിശ്വാസിയാണെന്ന് മാത്രം ചോദിച്ചു. എന്താ മിസ്റ്റർ നന്ദകുമാരൻ തമ്പി? അതെ. നമസ്കാരം. നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. ജോസഫ് സാർ തനിച്ചാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ജോസഫ് സാറോ? അതെ, മാനേജിംഗ് ഡയറക്ടർ ജോസഫ് സാർ അല്ലേ? MD ജോസഫ് സാറാ. പുള്ളി അങ്ങ് ഹെഡ് ഓഫീസിലാ. ഇപ്പൊ അകത്തിരുന്ന് ഇന്റർവ്യൂ നടത്തുന്നേ പേഴ്സണൽ മാനേജരാ, ചിദംബര കൃഷ്ണ അയ്യർ. പുള്ളി ആളെങ്ങനെ? മനസ്സിലായില്ല. അല്ല, ആള് നിരീശ്വരവാദിയില്ലേ? ഈശ്വരിൽ വിശ്വാസമൊന്നും ഇല്ലല്ലോ. കൊള്ള. ദിവസവും കുറഞ്ഞത് 4 പ്രാവശ്യം കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുന്ന ഈശ്വര ഭക്തനാ. ക്രിക്കറ്റ് പ്രേമിയല്ലേ? കൊള്ള. കഴിഞ്ഞ ആഴ്ച ഓഫീസ് സമയത്ത് ഇരുന്ന് ക്രിക്കറ്റ് കമന്ററി കേട്ടതിന് അദ്ദേഹം 3 പേരെ ഓൺ ദി സ്പോട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. എനിക്ക് അകത്തോട്ടൊന്ന് പോകണം. ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന അതൊക്കെ കയ്യിലിരിക്കട്ടെ. വെരി ഗുഡ്. ITIക്ക് എത്ര % മാർക്ക് ഉണ്ടായിരുന്നു? പാസ് മാർക്കേ ഉള്ളൂ സാർ. പക്ഷെ ഇതെന്റെ സ്വന്തം കഴിവുകൊണ്ട് നേടിയതാണ് സാർ. ചിലര് പ്രയത്നിക്കാതെ ഏത് സമയവും ഈശ്വരനെ ഭജിച്ചുകൊണ്ട് നടക്കും. സത്യം പറഞ്ഞാൽ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്നവരോട് എനിക്ക് പുച്ഛമാണ് സാർ. പിന്നെ ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സാർ. ക്രിക്കറ്റ് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും എന്നെ കിട്ടൂല. കുറച്ചുകൂടി കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷാർജ കപ്പ് കാണാൻ ദുബായി പോയെന്നെ. ഫിഷർ കമ്പനിയിൽ എന്നെ പിരിച്ചുവിടാൻ തന്നെ കാരണം ഈ ക്രിക്കറ്റ് പ്രേമമാണ്. അതിന്റെ MD ക്രിക്കറ്റ് അറിഞ്ഞുകൂടാത്ത ഒരു തെണ്ടിയായിരുന്നു. തെണ്ടിയോ? അയാള് ചെയ്തോടോ ശരി. ചെറുപ്പക്കാരെ അലസന്മാരും മടിയന്മാരും ആക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അത് സാർ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ. ജോലിയോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ക്രിക്കറ്റ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ദൈവവിശ്വാസമില്ലാതെ നടക്കുന്ന തനിക്കൊന്നും ഇവിടെ ജോലിയില്ലടോ. യു മേ ഗോ. Yes, Chidambara Krishnan here. You send him tomorrow. I'll be here. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ. ഡോണ്ട് വറി. ആളെ ഇങ്ങോട്ട് വിട്ടേക്കൂ. ഞാൻ ഏറ്റു. ഓക്കെ സാർ. സത്യത്തിൽ ഞാൻ ഈശ്വര വിശ്വാസിയാണ് സാർ. സ്പോർട്സിലും ഗെയിംസിലും ഒന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. ചില സമയത്ത് എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. ഈ മെന്റലായിട്ട് ഭ്രാന്തൊന്നും അല്ല. മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ. ഗെറ്റ് ഔട്ട്. സാറ് തന്നെ മുൻകൈ എടുത്ത് എനിക്ക് ഈ ജോലി മേടി തരണം. വേണ്ട രീതിയിൽ കാണാം.
എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്നെ വേണമെങ്കിൽ അടിച്ചോ. എന്താ ഇത്ര ആലോചിക്കാൻ? ചേടാ എന്നാൽ അയാൾക്ക് ഒരു 10,000 രൂപ തന്നൂടെ? ദാനം കിട്ടിയ പശുവിന്റെ പല്ലെന്നെ നോക്കരുത്. പല്ലില്ലാത്ത പശുവിനെ കിട്ടിയിട്ട് എന്താ കാര്യം? കൈ കിട്ടുന്ന 5,000 രൂപ, ഉള്ള കടം വീട്ടി കഴിയുമ്പോഴേ രൂപ 4,000 തീരും. ഫസ്റ്റ് അപ്പൊ ബാങ്ക് ലോൺ വാങ്ങിച്ച് കടം വീട്ടാനാ നിന്റെ പരിപാടി? അല്ല, ബിസിനസ് തുടങ്ങാൻ. ഓടാ മണ്ട, ആളുകൾ ലോൺ എടുക്കുന്ന ബിസിനസ് തുടങ്ങാനും തിരിച്ചടയ്ക്കാനും ആണെന്നാണോ നിന്റെ വിചാരം? പിന്നല്ലാതെ അതൊക്കെ പണ്ട്. എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു എന്ന് ബാങ്കുകാരെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതി. പക്ഷെ അതല്ല, ഇപ്പൊ ലോൺ എന്തിനു വേണ്ടി എടുക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഒരു പശുവിനെ വാങ്ങാനാണെന്ന് പറഞ്ഞാലോ? മിടുക്കൻ. ബാങ്ക് മാനേജർ പശു ഉണ്ടെന്ന് ചോദിച്ചാലോ? വേറെ ആരുടെങ്കിലും പശുവിനെ കാണിച്ചു കൊടുക്കും. ബോബനും മോളി സ്ഥിരമായിട്ട് വായിക്കാറുണ്ടല്ലേ? ഇത്തരം പരിപാടികൾ മേലെ എന്റെ അടുത്ത് പറയരുത്. സാറന്മാരെ, ഈ ബാങ്കുകാരെ പറ്റിക്കാനേ അത്ര എളുപ്പമല്ല. നമ്മൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനേ അതിന്റെ സാധനങ്ങളോ മെഷീനറിയോ വാങ്ങാനാ അവര് പണം തരുന്നത്. അതും നമ്മളെ തരൂല. നമുക്ക് സാധനം തരുന്ന ആളിന്റെ പേരിൽ അവര് ചെക്ക് കൊടുക്കും. അത്രേ ഉള്ളു. കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ രാമകൃഷ്ണൻ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? ഞാൻ ബാങ്കിൽ നിന്ന് 5,000 രൂപ എടുത്തല്ലേ ഈ മൊബൈൽ ഇസ്ത്രി തുടങ്ങിയത്. കഴിഞ്ഞ കൊല്ലം ലോൺ അടച്ച് തീർന്നപ്പോഴാ വണ്ടി എന്റെ സ്വന്തം പേരിലായത്. ഇങ്ങനെയുള്ള ലോൺ നമുക്ക് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. സാറന്മാരോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് ബോംബെയില് ഒരു ഡ്രൈ ക്ലീൻ കമ്പനിയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വേണമെങ്കിൽ ഈ വണ്ടി ഒരു തുച്ഛമായ വിലക്ക് ഞാൻ എഴുതി തരാം. ഒരു 1,000 രൂപ തന്നാ മതി. 5,000 രൂപയുടെ വിലച്ചിട്ട് ബാങ്കുകാരെ കാണിക്കാൻ വേണ്ടി ഞാൻ തരാം. എന്താ ഐഡിയ? അത് ശരിയാ. അയ്യോ, ആ പിള്ള വരുന്നുണ്ട്. സ്റ്റൈൽ വിടരുത്. നീ അഗ്രികൾച്ചർ ഓഫീസറാണ്. സാറിരി, ചേട്ടൻ ഇങ്ങോട്ടിരി. ഇഞ്ചിക്കുന്നം തറവാട്ടുകുട്ടത്ത് കൊലച്ച കന്നിക്കൊലയാ. ഇതൊന്നും വേണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, കൈക്കൂലി ഇവന് ഇഷ്ടമല്ല. ഇതൊരു കൈക്കൂലിയായിട്ട് കണക്കാക്കരുത്. അതെ, കാര്യം കാണാൻ വേണ്ടി പിള്ളച്ചേട്ടൻ ഇടുന്ന ഒരു സോപ്പായിട്ട് കണ്ടാ മതി. സ്നേഹം കൊണ്ട്. ഓ, സ്നേഹം കൊണ്ടാണോ? എന്നാ വര വെച്ചിരിക്കും. എന്താ പോരെ? അല്ല, എന്റെ ഗോൾഡ് ലോൺ അഗ്രികൾച്ചർ ലോൺ ആക്കുന്ന കാര്യം സാറിന് സ്പീഡപ്പ് ചെയ്യണം. നോക്കാം. അല്ല, ഞാൻ തുറന്നു പറയുന്നോട് തെറ്റിയിരിക്കരുത്. ഞാൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഒരു 3 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കൃഷി ചെയ്താൽ കൊള്ളാന്നുണ്ട്. സാറ് വിചാരിച്ച ഒരു 50,000 രൂപയുടെ കാർഷിക ലോൺ വാങ്ങിച്ചു തരാൻ പറ്റും. അത് വളരെ ബുദ്ധിമുട്ടാ. ഓ, അതൊക്കെ പിന്നെ മതി. ചേട്ടൻ ധൈര്യമായിട്ട് പോണം. എല്ലാ കാര്യം ഞാൻ ഏറ്റെന്ന്. ശ്വാസം വിടറേ. അയാള് പോയി. ജോലി കിട്ടുന്നവരെ ഇയാളെ കൊണ്ട് തന്നെ ജീവിക്കാമെന്നാ തോന്നുന്നത്. ഇതിൽ ഒപ്പിടണം. ഇവിടെ മൊബൈൽ ഏണിങ്ങിന് സ്കോപ്പ് ഇടുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു മുൻപരിചയമില്ല നിങ്ങൾ തുടങ്ങിയാൽ. ആര് പറഞ്ഞു സാർ മുൻപരിചയമില്ലെന്ന്? ഇവരുടെ ഫാമിലി ആയിട്ട് തേപ്പാ. കുരുവിക്കുളത്ത് വന്ന് അന്വേഷിച്ചറിയാം. കുരുവിക്കുളത്ത് കുഞ്ഞമ്പിള്ള, പേര് കേട്ട തേപ്പുകാരനാ. അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് സാർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പിള്ളച്ചേട്ടന് കൊടുക്കാനുള്ള വാടക കുടിശ്ശിക 1,200 രൂപ. കാതറിക്കാട് കടയിലെ പറ്റ് 365 രൂപ 65 പൈസ. കുരുവിക്കുളത്ത് പോയി വിലസാൻ ബാലകൃഷ്ണന്റെ നിന്ന് കടം വാങ്ങിയത് 500. പിന്നെ ബാങ്കിലടയ്ക്കാൻ ഒരു 3 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് എങ്കിലും കരുതി വെക്കണം, ഒരു ധൈര്യത്തിന്. അതൊരു 750. മൊത്തം 2,765 രൂപ. 1,000 രൂപ രാമകൃഷ്ണന് കൊടുത്താലും പിന്നെ ഉണ്ടല്ലേ 1,200 രൂപ ബാക്കി. നമുക്ക് രാമകൃഷ്ണന് എന്തെങ്കിലും കൂടെ കൂട്ടിക്കൊടുക്കണം. 10 200 മതി. 5,000 രൂപയുടെ വണ്ടി നമുക്കായോണ്ടല്ലേ അളിയാ 1,000 രൂപയ്ക്ക് തന്നത്. എന്നാ വേണ്ട, ഒരു 100 രൂപയുടെ കൊടുക്കാം. പാവല്ലേ അളിയാ. ഇനി നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസിനായി 1,000 രൂപ മാറ്റി വെക്കാം. എനിക്ക് നല്ല 2 ജോഡി ഡ്രസ് എടുക്കണം. അളിയനും എടുത്തോ. പിന്നെ എനിക്കൊരു ഷൂസ്, അളിയനൊരു ചെരുപ്പ്. 2 വാച്ച് കൂടെ വാങ്ങിച്ചാലോ? ആ കാര്യമേ ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ആ രാമകൃഷ്ണൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണിത്. നല്ല പാർട്ടി. ഡ്രാഫ്റ്റ് മാറി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രാഫ്റ്റ് തന്നെ തന്നേച്ചോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് തരാനുള്ള പൈസക്ക് എന്ത് പറയണേ? ഒന്ന് അടങ്ങ് കാതർക്കാം, എല്ലാ കടവും തീർക്കാം. 5,000 രൂപ ഈ വണ്ടിക്ക് ഒരു വലിയ വിലയായി നിങ്ങൾ കണക്കാക്കരുത്. അല്പം മെനക്കെട്ട് പണിയെടുത്ത ദിവസം ഒരു 100-120 രൂപ ഇതുകൊണ്ട് ഉണ്ടാക്കാം. നന്മകൾ നേർന്നുകൊണ്ട് സ്വന്തം രാമകൃഷ്ണൻ. അയ്യോ,
രാമകൃഷ്ണൻ മുങ്ങി.